അസ്സലാമു അലൈക്കും. നമസ്കാരം ദൈവങ്ങളെ. അപ്പോൾ ഏതായാലും ഞാൻ തുടങ്ങുകയാണ്. കാരണം ഇതെന്താ വെച്ചാൽ എനിക്ക് അത്രയും വിലപ്പെട്ട വരികളാണ്. കാരണം എനിക്ക് തറവാട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ മിസ്സാണ്. അപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു പാട്ട് വന്നതാണ്. പാട്ട് പറഞ്ഞാൽ 4 വരികൾ വന്നതാണ്. ഞാൻ റാപ്പ് പോലെ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. ഏതായാലും ഞാൻ കേൾപ്പിച്ച് തരാം. ഇത് നിങ്ങൾക്ക് പറ്റുമോ പറ്റൂല എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇത് പാടുക എന്നുള്ളത് എൻ്റെ ഒരു കടമയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഏതായാലും പാടി തുടങ്ങാം. ഓക്കെ. പണി 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 എൻ്റെ ഒടുക്കത്തെ പണി, ആരെന്നറിയില്ല എന്തെന്നറിയില്ല, ആരെയും നോക്കില്ല, കാരണം ഞാൻ നടന്ന വഴി, പണി 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 എൻ്റെ ഒടുക്കത്തെ പണി. കഥയെന്ത് കഥയേത് കഥയിൽ നടന്നത്, അതും കനൽ കൊണ്ട് നടന്നത് ഞാൻ. എൻ്റെ കഴിഞ്ഞു പോയ തലമുറ അത് തിരിച്ചു കൊണ്ടുവരൽ എൻ്റെ അവകാശം. എൻ്റെ കഴിഞ്ഞു പോയ തലമുറ അത് തിരിച്ചു കൊണ്ടുവരൽ എൻ്റെ അവകാശം. കളിയാക്കാൻ നിൽക്കണ്ട കളിയിലെ കാര്യം, അത് പലത് അറിഞ്ഞിട്ടും തിരുത്താത്തത്, അത് എനിക്ക് വീണ്ടും കനൽ. പണി 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 എൻ്റെ ഒടുക്കത്തെ പണി. അടിത്തറ എൻ്റെ തറവാട്, എൻ്റെ കുട്ടിക്കാലം, അതിൽ ഞാൻ കളിച്ചു നടന്ന കാലം. അടിത്തറ എൻ്റെ തറവാട്, എൻ്റെ കുട്ടിക്കാലം, അതിൽ ഞാൻ കളിച്ചു നടന്ന കാലം. എൻ്റെ വീട്ടിലുണ്ട് നിധി, എൻ്റെ വലിയുമ്മ, എൻ്റെ ഉപ്പയുടെ ഉമ്മ. കളിയല്ല മോനെ കളിയിലെ കാര്യം, അത് പലത്. കളിക്കല്ല മോനെ കളി പഠിപ്പിക്കും ഞാൻ, കഥയിലെ വരികൾ അലഞ്ഞത് ഞാൻ, കഥയെന്തെന്നറിയാതെ നടന്നത് ഞാൻ. കളിക്കല്ല മോനെ കളി പഠിപ്പിക്കും ഞാൻ. നേരെ നോക്കിയിറങ്ങണം, നേരിനായി ഇറങ്ങണം, അതും നെഞ്ചിലെ കനൽ കൊണ്ടിറങ്ങണം. കളിക്കല്ല മോനെ കളി പഠിപ്പിക്കും ഞാൻ, പണി 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 എൻ്റെ ഒടുക്കത്തെ പണി. ഓക്കെ ഗൈസ്, അപ്പോൾ എന്താ വെച്ചാൽ ഇത് ഇങ്ങനത്തെ ഒരു ചെറിയ ഇതാണ്. അല്ല ഞാൻ അങ്ങനെയല്ല, കാരണം എൻ്റെ ഉള്ളിൽ വന്നൊരു സംഭവം ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അല്ല ഇതെന്താ വെച്ചാൽ തറവാടാണ് എൻ്റെ പ്രശ്നം. തറവാടില്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമാണ്. കാരണം തറവാടില്ലാത്തതുകൊണ്ട് 10 മക്കളുണ്ട്. ഇപ്പോൾ പറഞ്ഞാൽ 9 മക്കളാണുള്ളത്. കാരണം ഒരാൾ മരിച്ചു. ഈ 9 മക്കളെയും നമുക്ക് അമ്മായിമാരും അമ്മായിക്കാരും പിന്നെ മൂത്തന്മാരും അളപ്പന്മാരും അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്താണ്, ഇവരൊന്നും കാണുന്നില്ല. കാരണം പറഞ്ഞാൽ ഇവരവിടെയും ഇവിടെയൊക്കെയാണ്, ഓരോരോ വൈക്കാണ്. അപ്പോൾ ഇതങ്ങനെയല്ല വേണ്ടി. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ തറവാട് വേണം, തറവാട്ടിൽ പെരുന്നാൾ കൂടണം, പെരുന്നാൾക്ക് എല്ലാവരും വേണം. അതാണ് എൻ്റെ താല്പര്യം, ഞങ്ങളെല്ലാവരും താല്പര്യം അതാണ്. അപ്പോൾ ഇതിനുള്ള വകുപ്പ് പറഞ്ഞാൽ കുറേ ഉണ്ട്, പെട്ടെന്ന് ചെയ്യാനുള്ള വകുപ്പൊക്കെ ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ എനിക്കിങ്ങനെയാണ് തോന്നുന്നത്, ഞാൻ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ ഇത് പെട്ടെന്ന് എനിക്ക് തറവാട് റെഡി ആക്കണം ഗൈസ്. അപ്പോൾ എല്ലാവരും ഒന്ന് കൂടണം. കാരണം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക തറവാട് പെട്ടെന്ന് റെഡിയാകാനും. പിന്നെ വല്യമ്മ ഇവിടെ ഉണ്ട്, വല്യമ്മക്ക് തറവാട്ടിലുള്ള പൂതിയും, പിന്നെ വല്യാപ്പാൻ്റെ ആണ്ടൊക്കെ അവിടെ നിന്ന് കഴിക്കണം, അമ്മായിൻ്റെ ആണ്ടൊക്കെ അവിടെ നിന്ന് കഴിക്കണം. എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം ഇവിടെ ഉള്ള എല്ലാ മക്കളുടെ ഉള്ളിലുണ്ട്. പിന്നെ ഓലാരും പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോ ഒന്നും ഇടുന്നില്ല. ഞാൻ ഏതായാലും ഇങ്ങനെ വീഡിയോ ഇട്ടാണ്ട് ബാക്കിയുള്ളവർക്കൊന്നും മനസ്സിലാക്കി കൊടുക്കല്ല, ഒന്നും മനസ്സിലാക്കിയാണ്ട് എനിക്കും ആവശ്യമുണ്ട്, നിങ്ങൾക്കും കൂടി ആവശ്യമുള്ളതാണ് എന്നുള്ളത്. അങ്ങനെ കേട്ടോ, അല്ല വേറെ ഒന്നുമില്ല ഗൈസ്. അപ്പോൾ ഏതായാലും അടുത്ത റാപ്പ് ഇതേപോലെ ഉണ്ടാവും. അപ്പോൾ ഓക്കെ ഗൈസ്, ഓക്കെ.